ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ലൂഥറൻ സഭ തിരുവനന്തപുരം സിനഡ് തിരുവനന്തപുരം സർക്കിളിൽ ഉൾപ്പെട്ട തുണ്ടത്തിൽ ഗോസ്പൽ ലൂഥറൻ സഭയുടെ ഒരു സഭാചരിത്രം നിങ്ങളുടെ മുൻപാകെ സവിനയം സമർപ്പിക്കുന്നു. 1926 സർവശ്രീ മോശെ, യോബ്, പൗലോസ്, മാനുവേൽ, ജെയിംസ് എന്നിവരുടെ പരിശ്രമ ഫലമായി റവറൻ VP ഹാൻ എന്ന വിദേശ മിഷണറിയുടെ കാലത്ത് തുണ്ടത്തിൽ ഗോസ്പൽ ലൂഥറൻ സഭ സ്ഥാപിതമായി. ആരംഭകാലത്ത് കീരിക്കുഴിയിലേക്ക് പോകുന്ന വഴിയിൽ ശ്രീ ജോർജിന്റെ വീടിന്റെ സമീപത്തും 6 മാസത്തിനു ശേഷം ശ്രീ പൗലോസിന്റെ വീട്ടിലും ശ്രീ ജോൺസൺ താമസിച്ചിരുന്ന ഭവനത്തിലും വെച്ച് ആരാധന നടത്തി വന്നു. ഇവിടെ വെച്ച് റവറൻ VP ഹാൻ മിഷണറിയോടൊപ്പം ശ്രീ ജോൺ നവതാരകം ബൈബിൾ ക്ലാസ് എടുക്കുമായിരുന്നു. ഇദ്ദേഹം ഈ സഭയിൽ ഏറെക്കാലം സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചിരുന്ന ശ്രീ ഡിക്സൺ സാറിന്റെ പിതാവായിരുന്നു. ഈ അവസരത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സഭ കഴക്കൂട്ടം LMS സഭയായിരുന്നു. അവിടെ നിന്നും ധാരാളം വിശ്വാസികൾ ഇവിടെ ആരാധനയ്ക്ക് വരുമായിരുന്നു. ഇപ്രകാരം സഭ സജീവമായി പ്രവർത്തിക്കുന്ന അവസരത്തിൽ റവറൻ ഹാൻ മിഷണറിയുടെ വാഹനം വരുന്ന സൗകര്യാർത്ഥം ഒരു സ്ഥലം വാങ്ങി ദേവാലയം പണിയണമെന്ന് തീരുമാനമെടുത്തു. 1936 ഈ സഭയിലെ അംഗവും സഭ തുടങ്ങാൻ കാരണക്കാരനുമായ ശ്രീ മോശെ 10 സെന്റ് സ്ഥലം സഭയ്ക്ക് സൗജന്യമായി നൽകി. ഇത് ഇന്ന് ദേവാലയ മന്ദിരം സ്ഥിതി ചെയ്യുന്ന പുല്ലാന്നുവിള എന്ന സ്ഥലത്താണ്. അതോട് ചേർന്ന് അദ്ദേഹത്തിന്റെ 4 ആൺമക്കളായ യോബ്, പൗലോസ്, മാനുവേൽ, ജെയിംസ് എന്നിവർ ഓരോ സെന്റ് വസ്തുവും സൗജന്യമായി നൽകി. ആ സ്ഥലത്ത് ഒരു ഓലപ്പുര കെട്ടി ആരാധന തുടങ്ങി. മിഷൻ വീട് വയ്ക്കുന്നതിന് ശ്രീ യോബിൽ നിന്ന് 40 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി. അങ്ങനെ ആകെ 54 സെന്റ് വസ്തുവുമായി ഈ അവസരത്തിൽ റവറൻ ഹാൻ മിഷണറിയോടൊപ്പം ചേർന്ന് ശ്രീ തോംസൺ പണ്ഡിറ്റും ആരാധന നടത്തിയിരുന്നു. 1947 റവറൻ ബെഞ്ചമിന്റെ കാലത്ത് തടി വാങ്ങി നല്ല രീതിയിൽ ഒരു ദേവാലയ മന്ദിരം പണി കഴിപ്പിക്കുകയും തുടർന്ന് ഒരു മിഷൻ വീട് പണിയുകയും ചെയ്തു. വീണ്ടും സഭ വളർന്നു. പുതിയ ദേവാലയ മന്ദിരത്തിനായി മിഷൻ ബോർഡിൽ നിന്നും 6000 രൂപ അനുവദിച്ചു കിട്ടി. ഈ കാലഘട്ടത്തിൽ റവറൻ യേശുദാസൻ ആയിരുന്നു സഭാ ശുശ്രൂഷകൻ. 1959 റവറൻ യോഹന്നാന്റെ കാലത്ത് ശ്രീ തീമത്യോസിന്റെ നേതൃത്വത്തിൽ ഇതിനു മുൻപ് ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന ദേവാലയ മന്ദിരം പണി കഴിപ്പിച്ചു. പണി പൂർത്തിയായപ്പോൾ 5500 രൂപ ചെലവായി. ഈ കാലഘട്ടത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ കാരണം ഒരു വിഭാഗം വേർപിരിഞ്ഞ് കുരിശടി ഭാഗത്ത് മറ്റൊരു ലൂഥറൻ സഭ സ്ഥാപിച്ചു. ഇന്ന് ആ സഭ കാര്യവട്ടം ലൂഥറൻ സഭ എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്നു. അവിടെ നിന്ന് ഒരു വിഭാഗം വേർപിരിഞ്ഞ് മങ്ങാട്ടുകോണത്ത് സെന്റ് പോൾസ് ലൂഥറൻ സഭ സ്ഥാപിച്ചു. ശ്രീകാര്യം, ഉളിയാഴ്ത്തുറ എന്നിവിടങ്ങളിൽ നിന്ന് ഇവിടെ ആരാധനയ്ക്ക് വന്നിരുന്നവർ തങ്ങളുടെ യാത്രാ സൗകര്യാർത്ഥം അവിടങ്ങളിൽ തന്നെ സഭകൾ സ്ഥാപിച്ചു. ആ സഭകൾ ഇന്ന് സെന്റ് പോൾസ് ലൂഥറൻ സഭ ഉളിയാഴ്ത്തുറ, സെന്റ് ജോൺസ് ലൂഥറൻ സഭ ശ്രീകാര്യം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ആദ്യകാലത്ത് തുണ്ടത്തിൽ, കാര്യവട്ടം, മങ്ങാട്ടുകോണം, ശ്രീകാര്യം, ഉളിയാഴ്ത്തുറ എന്നീ സഭകൾ തുണ്ടത്തിൽ പാസ്റ്ററേറ്റിൽ ഉൾപ്പെട്ടതായിരുന്നു. ഇതിൽ കാര്യവട്ടം, ശ്രീകാര്യം, ഉളിയാഴ്ത്തുറ എന്നീ സഭകൾ പല കാലഘട്ടങ്ങളിലായി സ്വയം പര്യാപ്തത നേടി തനി പാസ്റ്ററേറ്റുകളായി മാറി. തുണ്ടത്തിൽ, മങ്ങാട്ടുകോണം എന്നീ സഭകൾ ഒരു പാസ്റ്ററേറ്റായി തുടരുകയും ചെയ്തു. എന്നാൽ 2016 റവറൻ വൈ ക്രിസ്റ്റഫർ ശുശ്രൂഷകനായിരിക്കുമ്പോൾ തുണ്ടത്തിൽ സഭ തനി പാസ്റ്ററേറ്റായി മാറുകയും 2016 ജൂൺ 1 റവറൻ K സത്യദാസ് സഭാ ശുശ്രൂഷകനായി ചുമതല ഏൽക്കുകയും ചെയ്തു. 1985 റവറൻ വൈ ക്രിസ്റ്റഫർ സഭാ ശുശ്രൂഷകനായി ഇരിക്കുമ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വൈകിട്ട് ആരാധനയും യൂത്ത് ഫെലോഷിപ്പും ആരംഭിക്കുകയുണ്ടായി. ഞാൻ ആ നാളുകളിൽ പ്രത്യേകിച്ച് ഇടദിവസ ആരാധന, വ്യാഴാഴ്ച ഇടദിവസ ആരാധന ആരംഭിക്കുന്നതിന് ഇടയായി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ കാലഘട്ടത്തിൽ യൂത്ത് ഫെലോഷിപ്പിനെ വളരെ ശക്തമായിട്ട് കൊണ്ടുവരുവാൻ സാധിച്ചു. ആ കാലഘട്ടത്തിൽ ലൂഥറൻ സഭയിൽ ധാരാളം യുവജനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ യുവജനങ്ങളെല്ലാം സംഘടിപ്പിക്കുകയും എല്ലാ യൂത്ത് ഫെലോഷിപ്പിൽ യുവജനങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് സർക്കിൾ തലത്തിൽ യുവജനങ്ങളെ പങ്കെടുപ്പിക്കുകയും മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സർക്കിൾ തലത്തിൽ അന്ന്
ഉരിയാട്ടുള്ള തുണ്ടത്തിൽ സഭയിലെ യുവജനങ്ങൾ വളരെ അറിയപ്പെടുന്ന യുവജനങ്ങളായിട്ട് നിന്നിരുന്നു എന്ന് പറയുന്നത് എനിക്ക് അതിയായ സന്തോഷം. 1988 റവറൻ ഡോക്ടർ രാജേന്ദ്ര ബാബു സഭാ ശുശ്രൂഷകൻ ആയിരിക്കുമ്പോൾ മൈക്ക് സെറ്റ് എടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും സഭയ്ക്ക് സ്വന്തമായി മൈക്ക് സെറ്റ് വാങ്ങുകയും ചെയ്തു. അന്നത്തെ സഭാ പ്രസിഡന്റായിരുന്ന ശ്രീമാൻ എസ് ജോർജിന്റെ നേതൃത്വത്തിൽ ധനം കണ്ടെത്തി അത് സ്ഥാപിക്കുകയും ചെയ്തു. കൂടാതെ അദ്ദേഹത്തിന്റെ കാലത്ത് പുതിയ സഭാമന്ദിരം പണിയുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 2001 ജൂൺ മാസത്തിൽ റവറൻ KM ടൈറ്റസിന്റെ കാലത്ത് പുതിയ ദേവാലയ മന്ദിരത്തിനുള്ള പണികൾ ആരംഭിക്കുകയും 2002 റവറൻ ജസ്റ്റിൻ രാജിന്റെ കാലത്ത് പഴയ ദേവാലയ മന്ദിരം പൊളിക്കുകയും പണി പൂർത്തിയാക്കിയ പുതിയ ദേവാലയ മന്ദിരത്തിൽ ആരാധന ആരംഭിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ദേവാലയത്തിന്റെ ബാക്കി പണികൾ വളരെ വേഗത്തിൽ പുരോഗമിച്ചു. 2008 ഞാൻ അവിടെ വരുന്ന സമയത്താണ് തുണ്ടത്തിൽ ഗോസ്ബൽ ലൂഥറൻ സഭയുടെ ഇന്നത്തെ കെട്ടിടത്തിന്റെ സ്ട്രക്ചർ ഏകദേശം പണി പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ വന്നിട്ട് അന്ന് അവിടുത്തെ സഭാ കമ്മിറ്റിക്കാരുമായിട്ടൊക്കെ സഹകരിച്ച് പള്ളി പണിക്ക് വളരെ ശക്തമായ ഇടപെടലുകൾ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചു. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു പേര് സഭയുടെ മുൻ പ്രസിഡന്റ് P. രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ സേവനം വളരെ ശക്തമായിട്ട് കെട്ടിട നിർമ്മാണത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ആ സഭയിലുള്ള ഒത്തിരി അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും വളരെ സജീവമായിട്ട് സ്ത്രീകളും യുവജനങ്ങളും മുതിർന്ന പുരുഷന്മാരും എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ആ ദേവാലയം ഇത്രയും ഭംഗിയായി മനോഹരമായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിച്ചു. 2008 റവറന്റ് വൈ ക്രിസ്റ്റഫറിന്റെ നേതൃത്വത്തിൽ ദേവാലയത്തിന്റെ ബാക്കി പണികൾ പൂർത്തീകരിക്കുകയും 2010 ജനുവരി മാസം 17-ാം തീയതി സഭാ ശുശ്രൂഷകനായ റവറന്റ് വൈ ക്രിസ്റ്റഫറിന്റെ അധ്യക്ഷതയിൽ ദേവാലയ മന്ദിരം ദൈവനാമത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അന്നത്തെ സഭാ പ്രസിഡന്റായിരുന്ന ശ്രീ P. രാജേന്ദ്രൻ നേതൃത്വം നൽകിയിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം അതാത് കാലഘട്ടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങളും ബിൽഡിംഗ് കമ്മിറ്റി കൺവീനറായ ഡോക്ടർ MS ബെൻസൺ സഭയിലെ മറ്റ് നല്ലവരായ വിശ്വാസികളും ശക്തമായ പങ്ക് വഹിച്ചു. ദേവാലയ നിർമ്മാണ പ്രവർത്തന കാലഘട്ടത്തിൽ സജീവമായിട്ട് പങ്കുവഹിക്കുകയും സഭാ പ്രസിഡന്റായ ശ്രീ P. രാജേന്ദ്രനോടൊപ്പം നേതൃത്വം വഹിക്കുകയും ചെയ്ത രണ്ട് പ്രമുഖ വ്യക്തികൾ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നത് വളരെ വേദനിപ്പിച്ച അനുഭവമാണ്. മിസ്റ്റർ ബാബുരാജ് സഭയുടെ ട്രഷററായിരുന്നു. അതുപോലെ മിസ്റ്റർ സത്യനേശൻ അല്ലെങ്കിൽ മണിയൻ, പുറമണിയൻ എന്നറിയപ്പെടുന്ന സഹോദരൻ, ഇവർ രണ്ടുപേരും ദേവാലയ നിർമ്മാണവുമായിട്ട് വളരെ സഹകരിച്ചവരും നേതൃത്വം നൽകിയവരുമാണ്. പക്ഷേ അവർ രണ്ടുപേരും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നത് നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ തന്നെ അത് വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. പുതിയ ദേവാലയം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ മിഷൻ വീടിന്റെ ആവശ്യകത സഭയ്ക്ക് ബോധ്യപ്പെടുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ദേവാലയ പ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം വളരെ മനോഹരമായ ഒരു മിഷൻ വീട് തുണ്ടത്തിൽ സഭയ്ക്കുണ്ടാകണം എന്ന ചിന്ത പാസ്റ്റർ നിലയിൽ എനിക്കും സഭാ കമ്മിറ്റിക്കും ഉണ്ടായി. അത് സഭാ കമ്മിറ്റി തീരുമാനിക്കുകയും അതനുസരിച്ച് മിഷൻ വീടിന്റെ മൂലക്കല്ലിട്ട് പണികൾ ആരംഭിക്കുകയും ചെയ്തു.
വളരെ മനോഹരമായ ഒരു മിഷൻ വീട് സഭയ്ക്ക് പണിത് ഉയർത്തുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ഞാൻ ആ പണികളുടെ മേൽനോട്ടം വഹിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ സ്ഥലം മാറ്റം ആയി അടുത്ത ഞായറാഴ്ചയാണ് ഞാൻ മാറിപ്പോകുന്നതിന് തൊട്ട് അടുത്ത ഞായറാഴ്ചയാണ് മിഷന്റെ പ്രതിഷ്ഠ നടക്കുന്നത്. ഏകദേശം ഒരു 99% പണികളും ശുശ്രൂഷ എന്ന നിലയ്ക്ക് ഞാനിരിക്കുന്ന സമയത്ത് പണി ചെയ്തു എന്ന് പറയുന്നതിലും എനിക്ക് സന്തോഷം. ദൈവകൃപയാൽ 2016 ജൂൺ മാസം 5-ാം തീയതി സഭാ ശുശ്രൂഷകനായ റവറന്റ് കെ സത്യദാസ് അവറുകളുടെ സാന്നിധ്യത്തിൽ മുൻ പാസ്റ്ററും IELC ഉപാധ്യക്ഷനുമായിരുന്ന റവറന്റ് വൈ ക്രിസ്റ്റഫർ മിഷൻ വീടിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ദേവാലയത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. 2017 നിർമ്മാണം പൂർത്തീകരിക്കുകയും സഭാ നവീകരണത്തിന്റെ 500-ാം വാർഷിക സ്മരണയ്ക്കായി ലൂഥറൻ പാരിഷ് ഹാൾ എന്ന പേരിൽ 2017 ഒക്ടോബർ 22-ാം തീയതി സഭാ ശുശ്രൂഷകനായ റവറന്റ് കെ സത്യദാസ്, റവറന്റ് വൈ ക്രിസ്റ്റഫർ എന്നിവർ ചേർന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. നാളിതുവരെ ഈ സഭയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ശുശ്രൂഷകരുടെ പേരുകൾ ഇനി പറയുന്നു. റവറന്റ് BP ഹാൻ, ശ്രീ മനാസ്, ശ്രീ തോംസൺ പണ്ഡിറ്റ്, റവറന്റ് ബെഞ്ചമിൻ, റവറന്റ് യേശുദാസൻ, റവറന്റ് യോഹന്നാൻ, ശ്രീ ദാസൻ, റവറന്റ് ശ്രീ ജോയ്, റവറന്റ് ജെ പരമാനന്ദദാസ്, റവറന്റ് ജെ ജോവാസ്, റവറന്റ് PM ഗോപിനാഥൻ, റവറന്റ് വൈ ക്രിസ്റ്റഫർ, റവറന്റ് G ദേവദാസൻ, റവറന്റ് ഡോക്ടർ P രാജേന്ദ്ര ബാബു, റവറന്റ് KM ടൈറ്റസ്, റവറന്റ് C ജസ്റ്റിൻ രാജ്, റവറന്റ് വൈ ക്രിസ്റ്റഫർ, റവറന്റ് K സത്യദാസ്, ഇപ്പോൾ ശുശ്രൂഷകനായിരിക്കുന്ന റവറന്റ് JS അജു ജോൺ എന്നിവരാണ്. 2023 റവറന്റ് അജു ജോൺ അവറുകൾ ദേവാലയത്തിന്റെ ശുശ്രൂഷകനായി കടന്നു വരികയും കുടുംബമായി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി വരികയും ചെയ്യുന്നു. നിയോലിയ 2K24 യുവജനവാരം സഭാ ശുശ്രൂഷകനായ റവറന്റ് JS അജു ജോണിന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. റവറന്റ് PK സക്കറിയ കൺവെൻഷൻ യോഗങ്ങൾക്ക് മുഖ്യ സന്ദേശം നൽകി. തുടർന്ന് തെരുവ് നാടകം, രക്തദാന ക്യാമ്പ്, പൊതിച്ചോറ് വിതരണം, രക്ഷകൻ എന്ന ബൈബിൾ നാടകം, എക്കോ ടൂറിസം ക്യാമ്പ്, മാജിക് ഷോ, അനാഥാലയ സന്ദർശനം തുടങ്ങിയ ഒരാഴ്ച നീണ്ടുനിന്ന വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറുകയുണ്ടായി. 2024 ഡിസംബറിൽ നടന്ന എൻ്റെ സഭയുടെ ക്രിസ്മസ് എന്ന സർക്കിളിന്റെ പ്രോഗ്രാമിൽ ഏറ്റവും നല്ല വീഡിയോ പ്രസന്റേഷനുള്ള കുറ്റിയാണി സെന്റ് മാർക്ക് ബ്രദേഴ്സ് നൽകിയ എവർ റോളിംഗ് ട്രോഫി നമ്മുടെ സഭയ്ക്ക് ലഭിച്ചത് എടുത്തു പറയത്തക്ക ഒന്നായിരുന്നു. 2025 ജനുവരി 17 മുതൽ ആരംഭിച്ച സഭയുടെ 99ാമത് വാർഷിക ആഘോഷങ്ങളിൽ വച്ച് നമ്മുടെ സഭയുടെ 100ാമത് വാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു ഡേ കെയർ സെന്റർ പണിയുവാൻ ആരംഭിച്ചു. 2025 ജനുവരി 18-ാം തീയതി സഭാ ശുശ്രൂഷകനായ റവറന്റ് JS അജു ജോൺ അവറുകൾ സെന്റിനറി ബിൽഡിംഗിന് തറക്കല്ലിട്ടു. 2025 ജനുവരി 20-ാം തീയതി ദേവാലയ പരിസരത്ത് സ്ഥാപിച്ചതായ CCTVയുടെ ഉദ്ഘാടനം മുൻ ശുശ്രൂഷകനായ റവറന്റ് ഡോക്ടർ P രാജേന്ദ്ര ബാബു അവറുകൾ നിർവഹിച്ചു. 2025 മെയ് 29, 30, 31 തീയതികളിൽ സഭയിൽ നിന്നും ഗോവയിലേക്ക് ഒരു വിനോദയാത്ര പോകുവാൻ സാധിച്ചു. സഭാ ശുശ്രൂഷകന്റെ പൂർണ്ണ മേൽനോട്ടത്തിൽ ശ്രീ സുനിൽ വൈസി, ശ്രീ J ജയപ്രസാദ് തുടങ്ങിയവർ കൺവീനർമാരായി പ്രവർത്തിച്ചു. 2025 ഓഗസ്റ്റ് മാസത്തിൽ നിയോലിയ 2K25ന്റെ ഭാഗമായി യുവജനങ്ങൾ നടത്തിയ ലക്കി ഡ്രോ ആകർഷകമായിരുന്നു. 2025
ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ IELC തിരുവനന്തപുരം സർക്കിൾ കഴക്കൂട്ടം മുതൽ വിവിധ ഇടങ്ങളിൽ നടത്തിയ വാഹന പ്രചരണ ജാഥയ്ക്ക് തുണ്ടത്തിൽ ഗോസ്പൽ ലൂഥറൻ സഭയുടെ പ്രാതിനിധ്യം വളരെ വലുതായിരുന്നു. സഭയിലെ യുവജനങ്ങൾ ലഹരിക്കെതിരെ നടത്തിയതായ തെരുവു നാടകം വളരെ ആകർഷകമായിരുന്നു. 2025 സെപ്റ്റംബർ 7 സഭ ഫാമിലി സൺഡേയായി കൊണ്ടാടുകയുണ്ടായി. റവറൻഡ് JS അജു ജോൺ ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയും മുഖ്യ സന്ദേശം റവറൻഡ് M സുനിൽ നടത്തുകയും ചെയ്തു. ശ്രീ അജീഷ് സർ നടത്തിയ ഫാമിലി കൗൺസിലിംഗ് ക്ലാസ് വളരെ ആകർഷകമായിരുന്നു. 2026 ജനുവരി 17 തികയുമ്പോൾ സഭ 100ന്റെ നിറവിൽ എത്തിപ്പെടുകയാണ്. ഈ മഹനീയ സന്ദർഭം ദൈവനാമത്തിൽ അത്യാഹ്ലാദപൂർവ്വം കൊണ്ടാടുകയാണ്. 100ാം വാർഷികത്തിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച കെട്ടിടത്തിന് റവറൻഡ് BP ഹാൻ മെമ്മോറിയൽ സെന്റിനറി ബിൽഡിംഗ് എന്ന് നാമകരണം ചെയ്തു. കെട്ടിടത്തിന്റെ മുഴുവൻ മേൽനോട്ടത്തിലും സഭാ ശുശ്രൂഷകനായ റവറൻഡ് അജു ജോൺ അവറുകളുടെ നടത്തിപ്പ് ഉണ്ടായിരുന്നു. കൂടാതെ ഡോക്ടർ അനൂജ് ബെൻസൺ കൺവീനറായി പ്രവർത്തിക്കുകയും ചെയ്തു. സഭാ പ്രസിഡന്റായ ശ്രീ G രാജുവിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു മുഴുവൻ പണികളും നടത്തിയിരുന്നത്. നമ്മുടെ സഭാംഗങ്ങളായ ശ്രീ ഭാസി മേശിരിപ്പണികളും ശ്രീ സുധാകരൻ സ്ട്രക്ചറൽ വർക്കുകളും ചെയ്തു. കൂടാതെ വയറിംഗ് പണികൾ ശ്രീ അനിൽ രാജും വെൽഡിംഗ് ജോലികൾ ശ്രീ ലെനനും നടത്തി. പൈപ്പ് ഫിറ്റിംഗ് ജോലികൾ നമ്മുടെ സഭാംഗങ്ങളായ അലക്സ് ജോണി, അഖിൽദാസ് തുടങ്ങിയവരെ കൂടാതെ സഭയിലെ തന്നെ സൺഡേ സ്കൂൾ കുട്ടികളും പ്രത്യേകിച്ച് യൂത്ത് ലീഗ് അംഗങ്ങളും നടത്തുകയുണ്ടായി. പെയിന്റിംഗ് ജോലികൾ ശ്രീ സിബി, ശ്രീ പ്രമോദ്, ശ്രീ സുരേഷ് പോൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിർവഹിച്ചു. സഭയുടെ 100ാം വാർഷികം 2026 ജനുവരി മാസം 12 മുതൽ 3 ദിവസത്തെ കൺവെൻഷനോടുകൂടി ആരംഭിച്ചു. മുഖ്യ പ്രാസംഗികനായി സാൽവേഷൻ ആർമി മേജർ സാജൻ ജോൺ കടന്നുവന്നു. അധ്യക്ഷന്മാരായി റവറൻഡ് LJ അനീഷ്, റവറൻഡ് വിമൽ രാജ്, റവറൻഡ് W സോളമൻ തുടങ്ങിയ ശുശ്രൂഷകർ പങ്കെടുത്തു. നാലാം ദിനം കലാസന്ധ്യയും 5ാം ദിനം ദൃഷ്ടി ഫ്ലാമിംഗോസ് അവതരിപ്പിച്ച ബൈബിൾ നാടകം എസ്തേർ. തുടർന്ന് 6ാം ദിവസം പോഷക സംഘടനകളുടെ വാർഷിക ആഘോഷവും ധ്യാനസന്ധ്യയും നടന്നു. വിത്ത് വിതച്ച വിശ്വാസത്തിൽ നിന്നും വിളവെടുക്കുന്ന തലമുറ എന്ന വിഷയത്തെ ആസ്പദമാക്കി റവറൻഡ് J സ്റ്റാലിൻ ക്ലാസ് എടുത്തു. വിശുദ്ധ ഞായർ ആരാധന തിരുവത്താഴ ശുശ്രൂഷയോടുകൂടി നടത്തപ്പെട്ടു. റവറൻഡ് C ജസ്റ്റിൻ രാജ് മുഖ്യ സന്ദേശം നൽകി. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 ഘോഷയാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പ്രവേശിക്കുകയാണ്. തിരുവാഞ്ചലിക്കൽ ലൂഥറൻ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ മോഹൻ മാനുവൽ അച്ഛൻ നമ്മുടെ മധ്യയുണ്ട്. BP ഹാൻ മെമ്മോറിയൽ ഹാളിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം പ്രസ്തുത പൊതുസമ്മേളനം കഴക്കൂട്ടത്തിന്റെ ബഹുമാനപ്പെട്ട MLA കടകംപള്ളി സുരേന്ദ്രൻ അവറുകൾ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. IELC പ്രസിഡന്റ് റവറൻഡ് ഡോക്ടർ മോഹനൻ മാനുവൽ, സിനഡ് പ്രസിഡന്റ് റവറൻഡ് M സുനിൽ, സിനഡ് സെക്രട്ടറി AR ഷാജി, സർക്കിൾ പ്രസിഡന്റ് റവറൻഡ് T വിനേഷ് രാജ്, റവറൻഡ് K സത്യദാസ്, സ്കൂൾ മാനേജർ, ട്രസ്റ്റ് സെക്രട്ടറി, സിനഡ് ട്രഷറർ, കാര്യവട്ടം, ചെമ്പഴന്തി, ചേങ്കോട്ടുവണം തുടങ്ങിയ വാർഡ് കൗൺസിലർമാർ, മറ്റ് അനേകം ശുശ്രൂഷകരും പങ്കെടുത്തു. ഈ മാസം ജനുവരി 12 മുതൽ ആരംഭിച്ച വിവിധ പരിപാടികൾക്ക് ഇന്ന് സമാപനം കുറിക്കുകയാണ്.
തുടർന്ന് 101 വാർഷികത്തിലേക്ക് കാൽവച്ചിരിക്കുന്ന സഭയെ തുടർന്നുള്ള നാളുകളിൽ ദൈവം വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു.